രണ്ട് വാജിബുൽ വുജൂദ് ഉണ്ട് എന്ന് ഖാസിമി പറഞ്ഞു എന്ന് പറയരുത്. വാജിബുൽ വുജൂദ് ഒന്നേ ഉള്ളൂ, പക്ഷെ ഗൈരിഹി വാജിബുണ്ട് ഒന്ന്, അത് മുഹമ്മദ് മുസ്തഫയാണ്. എന്തുകൊണ്ട്? എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാജിബിൽ നിന്നാണ് പഠിച്ചത്, ഈ മുഹമ്മദിന്റെ നൂറിൽ നിന്നാണ് പഠിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അത് വാജിബായത്. ഹത്താ അൽ മലായിക വബിൻ നൂരിഹി ഖുലിഖത്തിൽ മലായിക. ഇവിടെ വൈറുണ്ടാകലിന് ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ രീതി അനുസരിച്ച് വാജിബ് പോലെയാണല്ലോ മലായിക്കത്ത്. ആ മലായിക്കത്ത് ഉണ്ടാകണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ ഉണ്ടാവണം. മലായിക്കത്തിന്റെ അസ്ലി മുഹമ്മദ് മുസ്തഫയാണ്. അതുകൊണ്ടാണ് വഹും യുസല്ലൂന അലാ അസ്രിഹിം വഹുവ നബിയുൽ മുസ്തഫ ഇന്നല്ലാഹ വമലായികതു യുസല്ലൂന ലിമാദാ അല്ലാഹു യുസല്ലി ലിഅളീമി ഖൽഖിഹി അല്ലാഹു സല്ലല്ലാ അലാ അളീമി ഖൽഖിഹി വലിമാദാ അൽ മലായികതു തുസല്ലൂൻ. എന്തിനാ മലക്കുകൾ സ്വലാത്ത് പറഞ്ഞത്? മലക്കുകൾ സ്വലാത്ത് പറഞ്ഞത് എന്തിനാണ് മലക്കുകൾ സ്വലാത്ത് പറയുന്നത്? ലിഅന്നഹു അസ്ലുഹും ലിഅന്നഹു അസാസുഹും ഫമാ ലി ഗൈറുൽ മുസ്തഫൽ ബദരി മഅറബ്. അതാണ് വിലായത്തിന്റെയും മാരിഫത്തിന്റെയും ആദ്യത്തെ ചവിട്ടുപടി. അതാണ് അല്ലാഹുവിന്റെ റസൂൽ അല്ലാതെ ഒരാളെയും ആവശ്യമില്ലാതിരിക്കലാണ്. ഈമാന്റെ ചവിട്ടുപടിയും അത് തന്നെയാണ്. ഒരാളെയും ആവശ്യമില്ലാതിരിക്കുക. ആരെ അല്ലാതെ? റസൂലിനെ അല്ലാതെ. റസൂലിനെ ആവശ്യം ഉണ്ടാകുന്ന അള്ളാഹിനെ ആവശ്യം ഉണ്ടാകലാണ്. കാരണം റസൂൽ അള്ളാഹിന്റെ റസൂലാണല്ലോ. അവിടേക്ക് നമ്മൾ എത്തണം. നമ്മൾ എത്തിയിട്ടില്ല, എത്തുന്നു തോന്നുന്നില്ല. ഈമാന്റെ മുഹദ്ദമായ ഈമാന്റെ ആദ്യത്തെ പടി അയാൾക്കൊന്നും ആവശ്യമില്ലാതിരിക്കലാണ്. അള്ളാഹുവിന്റെ റസൂൽ അല്ലാത്ത ഒന്നും ആവശ്യമില്ലാതിരിക്കുക. എനിക്കില്ല ഗൈറുൽ മുസ്തഫ, മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാതെ അൽ ബദരി സമ്പൂർണ്ണചന്ദ്രനായ പുണ്യ നബി അല്ലാതെ എനിക്കില്ല മഅറബുൻ ഐ മത്ലബുൻ, ഒരാവശ്യവുമില്ല, ഒന്നുമില്ല, എനിക്കൊരാവശ്യമില്ല റസൂലുള്ളാഹി അല്ലാതെ. അവിടേക്ക് നമ്മളവിടെ കയറിയാൽ, അവിടേക്ക് നമ്മൾ എത്തിയാൽ നമുക്കൊന്നും ആവശ്യമില്ല. ഒന്നും ഭക്ഷണം കഴിക്കില്ല, പക്ഷേ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല, ഒന്നിനും ആവശ്യമില്ല. സ്വർഗം പോലും ആവശ്യമില്ല. അല്ല മഖ്സൂദുഹും ജന്നാത്തു അദ്നിൻ. അള്ളാഹുവിനും റസൂലും ഫനാ ആയ ആളുകൾക്ക് സ്വർഗം പോലും ലക്ഷ്യമല്ല. ഒന്നും അവർക്ക് ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എന്നാ അവർക്ക് ഭാര്യമാരില്ലേ? ഉണ്ട്. മക്കളില്ലേ? ഉണ്ട്. അവർക്ക് സമ്പത്തില്ലേ? ഉണ്ട്. ഒന്നും അവർക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, രാജാവ് കോടികൾ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് എത്ര കോടി എഴുതിയെടുത്താലും അതാണ് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞ് രാജാവ് ഫൈസൽ അവർ ഹജ്ജിന് വന്നപ്പോൾ ഒരു ചെക്ക് കൊടുത്തു. രാജകൊട്ടാരത്തിലേക്ക് അവരെ കൊണ്ടുപോയി ചെക്ക് കൊടുത്തു. സെനഗൽ എന്ന് പറഞ്ഞാൽ ഇന്നും ദരിദ്ര നാടാണ്, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ്. അപ്പോൾ ആ നാട്ടുകാരനായ ഒരു മനുഷ്യൻ്റെ മുന്നിൽ എത്ര കോടി നിങ്ങൾക്ക് എഴുതിയെടുക്കാമെന്ന് പറഞ്ഞ് രാജാവ് ഒരു ചെക്ക് കൊടുത്താൽ എത്ര നിങ്ങൾ എഴുതിയെടുത്താലും അതാണ് എനിക്ക് സന്തോഷമെന്ന് രാജാവ് ഈ മനുഷ്യൻ്റെ വീട്ടിൽ ചെന്നതാണ്. ആ ചെറിയ കുടിലായ വീട്ടിലെയും രാജാവ് ചെന്നിട്ടുണ്ട്. സെനഗലിലെ രാജാവ് പറഞ്ഞിരുന്നു, വേണ്ട, നമുക്ക് അദ്ദേഹത്തെ മൗലാനെ എങ്ങോട്ട് വിളിക്കാം, അത് വേണ്ട, അദ്ദേഹത്തെ എങ്ങോട്ട് വിളിക്കൽ അത് അപകടമാണ് എന്ന് പറഞ്ഞ് രാജാവ് അദ്ദേഹത്തിൻ്റെ കുടിലിൽ പോയി കണ്ടതാണ്. അജിന് നമ്മൾ ചെക്ക് കൊടുത്തു. ആ ചെക്കും വാങ്ങി അദ്ദേഹം തവാഫിന് വന്നു. തവാഫ് ചെയ്തു. പുറത്തേക്ക് വന്നപ്പോൾ ഒരു കുതുബഖാന കണ്ടു, ഒരു കിതാബ് വിൽക്കുന്ന സ്ഥലം. അവിടേക്ക് കയറി ഏതോ ഒരു കിതാബ് എടുത്തു. അതിനെത്രയെന്ന് വെച്ചു? 5 റിയാൽ എന്ന് പറഞ്ഞു. ആ ചെക്ക് അവിടെ കൊടുത്തു. എന്തുകൊണ്ട്? മുസ്തഫൽ ബദരി മഅറബുൻ, എനിക്ക് റസൂലല്ലാത്തൊരാവശ്യമില്ല. അത് കൃത്യമാണ്. അവിടെ ന്യായീകരണം പറയാലോ, എന്ത് ആ റസൂലുള്ളാഹിനെ കൊണ്ടാണ് ഇപ്പം എനിക്കത് കിട്ടിയത് എന്നുള്ളൊരു $100 കോടി എഴുതിയെടുക്കാലോ. നാട്ടുകാരോട് പറയുകയും ചെയ്താലോ, നമ്മൾ റസൂലുള്ളാഹിനെ പറ്റി മദ്ഹ് എഴുതിയത് കൊണ്ട് റസൂലുള്ളാഹി എനിക്കിത് തന്നത്, അങ്ങനെ പറയാലോ. അപ്പോഴും ന്യായീകരണമായല്ലോ. ആരോ ചോദിച്ചു, നമുക്ക് എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ടായിരുന്നു, അപ്പം ഉണ്ടാക്കാമായിരുന്നു, അപ്പം ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു, ഒന്നും പറഞ്ഞില്ല. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ആര് മതി? റസൂൽ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വിലായത്തിൻ്റെ 1-ാം പടി. ഇത് വിലായത്തിൻ്റെ 1-ാം പടിയാണ്. ഈമാൻ്റെ 1-ാം പടി അത് തന്നെയാണ്. എത്ര കിതാബുണ്ട്! എന്താണ് ഈ കുട്ടികൾ കിതാബില്ലാതിരിക്കുന്നത്? എത്ര കിതാബുകളുണ്ട്!
എടുത്തു കൊടുക്കുക കിതാബ്. എന്താ രാവിലെ വന്നിട്ട് കുന്തം പോലെ ഇരിക്കുന്നത്? അള്ളാഹുവിൻ്റെ ഹബീബിനെ പറ്റി ഇത്ര അജീബായ വാക്കുകൾ കേട്ടിട്ട് ആ വരി ഒന്ന് കണ്ടൂടെ? മുസ്തഫൽ ബദ്രി മഅ്റബു ഫീ ജായിസാത്തിൽ ഗൈരി മലിയ മർഗബു. മലിയ ഗൈറുൽ മുസ്തഫൽ ബദ്രി മശ്റബു മഅ്റബു ഫീ ജായിസാത്തിൽ ഗൈരി മലിയ മർഗബു. അവിടെയൊക്കെ എത്തിയ ഈമാനായി. അള്ളാഹു റസൂലിൻ്റെ ഫന അങ്ങനെയാണ്. നമുക്കെല്ലാം കിട്ടൂലേ? എല്ലാം കിട്ടും, അവർക്കെല്ലാം കിട്ടും. പക്ഷെ അവർക്ക് നമുക്ക് കിട്ടുന്നതൊക്കെ അവർക്കും കിട്ടും. പക്ഷെ അവരുടെ ലക്ഷ്യം അതല്ല. നമ്മൾ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യത്തിൽ നിയത്തിൽ മാത്രമാണ് വ്യത്യാസം. നമ്മളെപ്പോലെ അവർ രാജകൊട്ടാരത്തിലില്ലേ? ഉണ്ട്. നമ്മളെ കൂടെ അവർ പിന്നെ പള്ളിയിലില്ലേ? ഉണ്ട്. വിനോദത്തിലില്ലേ? അതുമുണ്ട്. അനുവദനീയമായ വിനോദങ്ങളൊക്കെ അവരുണ്ടാവും. കൊട്ടാരത്തിലില്ലേ? അതുണ്ട്. ദിക്ർ ഖാനയിലില്ലേ? ഉണ്ട്. ഭക്ഷണ ഹാളിലില്ലേ? ഉണ്ട്. സൂക്കിലില്ലേ? അവരുടെ മൗല പോലും സൂക്കിലില്ലേ? മുഹമ്മദ് അങ്ങാടിയിലൂടെ നടക്കുന്ന റസൂൽ എന്നല്ലേ ആ മഹാനെ ആക്ഷേപിച്ചത്, പുണ്യ റസൂലിനെ? അപ്പം അങ്ങാടിയിലൂടെ നടക്കൂലേ? കാരണം അവരുടെ മൗല അങ്ങാടി കൂടെ നടന്നിട്ടുണ്ട്. അപ്പം അവരും അങ്ങാടി കൂടെ നടക്കും. അവിടെയൊക്കെ ഉണ്ട്. എവിടെയാ പ്രശ്നം? നീയത്തിലെ പ്രശ്നം. നമുക്ക് ദുനിയാവായ ലക്ഷ്യം, അവർക്ക് അള്ളാഹു റസൂൽ മാത്രം ലക്ഷ്യം. നോക്ക കാണാതെ പഠിക്കാൻ പറ്റിയ വരികളാണ് ഇതൊക്കെ. മുസ്തഫൽ ബദ്രി മഅ്റബു ഫീ ജായിസാത്തിൽ ഗൈരി മലിയ മർഗബു. അപ്പോൾ എനിക്കില്ല ഗൈറുൽ മുസ്തഫ, മുസ്തഫ നബി അല്ലാതെ, അതിൽ ബദരി പൂർണ്ണചന്ദ്രനായ, മഅ്റബുൻ ഒരു മത്ലബുമില്ല, ഒരാവശ്യവുമില്ല. വഫീ ജായിസാത്തിൽ ഗൈരി, ജായിസത്തിന്റെ ബഹുവചനം, ജായിസത്തിന്റെ ബഹുവചനമാണ് ജായിസാത്ത്. ജായിസത്ത് ഐ അതയ്യത്ത്, സമ്മാനം. ജായിസത്ത് സമ്മാനം. വഫീ ജായിസാത്തിൽ ഗൈരി, വേറൊരാൾ നൽകുന്ന സമ്മാനത്തിൽ മാലിയായ എനിക്കില്ല മർഗബുൻ ഒരാഗ്രഹവും. മർഗബ് ആവശ്യം, മർഗബ് ആഗ്രഹം. വേറെ ആരെങ്കിലും എന്തെങ്കിലും സമ്മാനം തരണമെന്ന് ഒരാഗ്രഹവും എനിക്കില്ല. റസൂലുള്ളാഹിന്റെ സമ്മാനം എനിക്ക് ആവശ്യം, ഒരു സൃഷ്ടിയുടെ സമ്മാനം എനിക്ക് ആവശ്യമില്ല. റസൂലുള്ളാഹിന്റെ സമ്മാനം എനിക്ക് ആവശ്യമുണ്ട്. ഫീ ജായിസാത്തിൽ ഗൈരി, മറ്റുള്ളവർ നൽകുന്ന ജായിസാത്തിൽ. മാലിയായ എനിക്കില്ല മർഗബുൻ ഒരാവശ്യവും. ഫീ ജായിസാത്തിൽ ഗൈരി മലിയ മർഗബു. കവികൾക്ക് എപ്പോഴും സമ്മാനം കൊടുക്കും. നല്ല കവിത ഉണ്ടാക്കിയാൽ സമ്മാനം കൊടുക്കും. പണ്ടുണ്ട്, ഇന്നുണ്ട്, നാളെയുണ്ട്, എന്നുണ്ട്. കവികൾക്ക് സമ്മാനം കൊടുക്കും. എപ്പോഴും കവികൾക്ക് സമ്മാനം കൊടുക്കുക എന്നത് ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികതയുടെ ചിഹ്നമായി കണക്കാക്കപ്പെടുന്നു. സാഹിത്യകാരന്മാർക്ക്, കവികൾക്ക് ഒക്കെ സമ്മാനം കൊടുക്കും. കവിത എന്ന് പറഞ്ഞാൽ അതിന് വലിയ പണിയാണ്, ചെറിയ പണിയാണ് കവിത. ഇതെല്ലാവർക്കും വിളയൂല കൈകൊണ്ട്. അത് പ്രത്യേകമായ ഹൃദയങ്ങൾക്ക് മാത്രമേ വിളയൂ കവിത. ഒരു ലേഖനം പോലെയല്ല കവിത. ഒരു ലേഖനം ആർക്കും എഴുതാൻ കഴിയും, പക്ഷെ കവിത കഴിയില്ല. കവിത എന്ന ഒരു സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേക ഒരവസ്ഥയാണ്. അത് പ്രത്യേകക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ കവിത. അപ്പോൾ കവികൾക്ക് എല്ലാ കാലത്തും സമ്മാനം കൊടുക്കുന്നുണ്ട്. കുചേലൻ സമ്മാനത്തിന് വേണ്ടി കൃഷ്ണനെ തേടിപ്പോയ സംഭവം പുരാണങ്ങൾ പറയുന്നുണ്ട്. അതെല്ലായിടത്തും ഉണ്ട്. കവികൾ സമ്മാനത്തിന് തേടിപ്പോകും. കവിത ഉണ്ടാക്കിയ രാജാവിന് സമർപ്പിക്കും, രാജാവിന് സമ്മാനം വാങ്ങും. രാജാക്കൾ കവികൾക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി മാത്രം സമ്പത്ത് നീക്കി വെക്കും. അതൊക്കെ ഒരു രാജ്യത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു ജനതയുടെ സാംസ്കാരികതയുടെ ചിഹ്നമായി കണക്കാക്കപ്പെടും. നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഏത് കാലത്തുണ്ട്, എന്നുണ്ട്. എത്ര ദരിദ്രമായാലും കലാസാഹിത്യ അക്കാദമികൾ സർക്കാർ സമ്മാനം കൊടുക്കും. നല്ല കലകൾക്ക്, നല്ല കവിതകൾക്ക്, നല്ല ചിത്രങ്ങൾക്ക് ഒക്കെ സമ്മാനം കൊടുക്കും. എന്തുകൊണ്ട്? അതാണ് ആ സമൂഹത്തിൻ്റെ പൂർണ്ണത.
കുറേ ആളുകൾ തിന്നും കുടിച്ചും ജീവിച്ച അതിൻ്റെ പൂർണ്ണതയല്ല, സമൂഹത്തിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിലെ അവർക്ക് സമൂഹത്തെ മാറ്റാനും കഴിയുള്ളൂ. കവികൾക്ക് സമൂഹത്തെ മാറ്റാൻ കഴിയും. കവിതകൾ മനുഷ്യന് ഭയങ്കര ശക്തി തരും. 2 വരി മതി. പാകിസ്ഥാനിൽ പോകൂല, പാകിസ്ഥാനികളാകൂല, പാകിസ്ഥാനിൽ അയക്കണ നിങ്ങളെ അപ്പരിപ്പുമ്മിനി വേകൂല. പാകിസ്ഥാനിൽ പോകൂല, പാകിസ്ഥാനികളാകൂല, പാകിസ്ഥാനിൽ അയക്കണ നിങ്ങളെ അപ്പരിപ്പുമ്മിനി വേകൂല. ഇത് PT ബീരാൻകുട്ടി മൗലവിയുടെ കവിതയാണ്. എൻ്റെ ബാപ്പ ഒരുപാട് ഇതൊരു വലിയ കവിതയാണ്. അതിൻ്റെ 4 വരിയായത് ബാപ്പയാണ് എനിക്ക് പാടിത്തന്നത്. ഞാൻ ബാപ്പീന്ന് കേട്ടത്. ബാപ്പ അക്കാലത്തെ വലിയ തികഞ്ഞ ലീഗരായിരുന്നു. തികഞ്ഞ ലീഗും തികഞ്ഞ സംസ്ഥയായിരുന്നു എൻ്റെ ബാപ്പ. അപ്പോൾ അതിനു വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ ബാപ്പ അക്കാലത്ത് അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എന്താണ് 950കളിലാണ് സംഭവം. 950കളിൽ വണ്ടൂരിൽ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും അടക്കമുള്ള ലീഗ് നേതാക്കൾ പ്രസംഗിക്കാൻ വേണ്ടി വരുന്നുണ്ട്. സമ്മേളനം കൂടി. അക്കാലത്ത് ഇന്നത്തെ വാഹന സൗകര്യങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ട് അവർ വരാൻ നേരം പോയി. അപ്പോൾ വലിയ ജനക്കൂട്ടം ഒരുമിച്ച് കൂടിയെടുത്ത് PT ബീരാൻകുട്ടി മൗലവിയോട് ആരോ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഒരു പാട്ടുണ്ടാക്കി എന്നാൽ നമുക്ക് പിന്നെ ഒരു മുല്ലാക്കുണ്ട്, പൂക്കുമുല്ലാക്കാന്ന് പറഞ്ഞു, പൂക്കുമുല്ലാക്കാനെ കൊണ്ട് നമുക്ക് പാടിക്കാലോ എന്ന് പറഞ്ഞു. വെറുതെ അങ്ങനെ മനുഷ്യന്മാരിയ്ക്കല്ലേ എന്ന്. അപ്പം നോക്കുമ്പോൾ കടലാസില്ല. അവർ പെട്ടിക്കട ഉണ്ട് തൊട്ടടുത്ത്. ആ പെട്ടിക്കടയിൽ നിന്ന് ഒരു കടലാസ് ചോദിച്ചപ്പോൾ ആ കടയിലും പെട്ടിക്കടയിലും കടലാസില്ല. അപ്പോൾ അക്കാലത്ത് പാസൻസോ എന്ന് പറഞ്ഞ ഒരു സിഗരറ്റ് ഉണ്ട്, കേട്ടില്ലേ? ആ പാസൻസോ എന്ന് പറഞ്ഞ സിഗരറ്റിൻ്റെ കൂട്, അത് വലിയ കൂടിലാണ്, അതിൻ്റെ വലിയ കൂടുണ്ടാവും. ആ കൂടിലാണ് ഇത് വരിക. അപ്പോൾ ആ കൂട് ഇയാൾ പൊളിച്ചിട്ട് ഇതിമേ എഴുതിക്കോളി മൂല്യരെ എന്നാണ് PT ബീരാൻകുട്ടി മുസ്ലിയാരോട് ഇത് കൊടുത്ത്. അപ്പോൾ PT അവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ ഈ നിരപ്പൊളിമ വെച്ചിട്ട് എന്ത് എഴുതിയതാണിത്. അതായത് എന്തിനാണ് ഇത് എഴുതിയത്? ഇത് പിന്നെ ഇത് എഴുതിയത് ഈ കവിത ഇവിടെ എന്തിനാണ് ചെയ്യുന്നത്? കായികമില്ലത്ത് വരുന്നത് വരെ ജനങ്ങളെ പിടിച്ചു നിർത്തണം, അതിനുവേണ്ടി എഴുതിയത്. അതാണ് ഒരു നിലക്ക് മലബാറിലെ മുസ്ലിങ്ങൾക്ക് ഊർജ്ജം കൊടുത്തത്. ഈ പാട്ട് പോലെ ഊർജ്ജം കൊടുത്തൊരു പാട്ടില്ല ചരിത്രത്തിൽ. അതായത് അക്കാലത്ത് മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണമെന്നൊരു മുറവിളി അക്കാലത്തെ ജനസംഘത്തിൽപ്പെട്ട അതുപോലത്തെ ആളുകൾ ഉയർത്തിയിരുന്നു. പക്ഷെ അപ്പം ജനങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു. എന്ത്, ഞങ്ങളിനി പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമോ? അങ്ങനത്തെ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കവിത വരുന്നത്. അത് വണ്ടൂരിൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് പോക്കുമുല്ലാക്ക ചൊല്ലിയതാണ്. എഴുതിയത് PT ബീരാൻകുട്ടി മൗലവിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 4 വരി, ആ 4 വരിൻ്റെ ഊർജ്ജം എത്രയാണ്? അതൊരു ജനത്തിന് ഊർജ്ജം കൊടുക്കുക. അതിപ്പോൾ 2 മണിക്കൂർ പാകിസ്ഥാനിൽ പോകൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പിന്നെ മനുഷ്യന്മാർക്ക് അറിയില്ല. പക്ഷേ ഈ കവിത മനുഷ്യന്മാർക്ക് പിന്നെ ചൊല്ലി നടന്നു. എൻ്റെ വാപ്പ കന്ന് കൂട്ടുന്ന സമയത്ത് വരെ ഈ പാട്ടുപാടി എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് വാപ്പാൻ്റെ തൊള്ളേന്ന് പിടിച്ചതാണ്. ഇതൊന്നും അല്ല, കുറേ ഉണ്ട്. അപ്പോൾ ഒരു കവിത മനുഷ്യന് കൊടുക്കുന്ന ജീവൻ എത്രയാണ്. അതുകൊണ്ടാണ് കവികൾക്ക് സമ്മാനം കൊടുക്കുന്നത്. അത് മനുഷ്യനെ വലിയ കരുത്ത് കൊടുക്കും. അതെങ്ങനെയാണ്? NV കൃഷ്ണവാര്യർ പലസ്തീൻ സന്ദർശിച്ചു. 70കളിലാണത്. 80കളിലാണ്. 80ൻ്റെ അവസാന 90ൻ്റെ തുടക്കത്തിൽ NV മരിച്ചിട്ടുണ്ട്. NV കൃഷ്ണവാര്യർ. അദ്ദേഹം മാതൃഭൂമിയുടെ ചരിത്രത്തിൽ ഏറ്റവും ജീനിയസായ എഡിറ്ററാണ്. അദ്ദേഹം ജീവിക്കുന്ന ഡിക്ഷണറി എന്നാണ് മലയാളക്കാർ മുഴുവനും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. NV ഒരു വാക്ക് പറഞ്ഞാൽ അത് കൃത്യമായിരിക്കും. ജീവിക്കുന്ന ഡിക്ഷണറി ആയിരുന്നു NV കൃഷ്ണവാര്യർ. അപ്പോൾ അന്ന് പലസ്തീൻ പോയി കണ്ട് വന്നതിന് ശേഷം NV 4 വരി കവിത എഴുതിയിട്ട് അത് മാതൃഭൂമി വിസ്തരിച്ചു. അത് ഞാൻ 90കളുടെ തുടക്കത്തിലാണ്. അന്ന് മാതൃഭൂമി സ്ഥിരമായി വായിക്കുന്ന ആളാണ്. ഈ കവിത ഞാൻ കാണുന്നത് അതിൻ്റെ ജീവിതത്തിൽ വന്ന അതിനെ കൊണ്ടുവന്നൊരു കാഴ്ചപ്പാടിന് കണക്കില്ല. എങ്ങോ മർത്യനു ചെങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാ. നെങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു. കേപ്പ് ടൗൺ എന്നാണ്. കേപ്പ് ടൗണിനെ സന്ദർശിച്ചപ്പോഴാണ് എൻ്റെ ഓർമ്മ. അതെ, കേപ്പ് ടൗൺ സന്ദർശിച്ചവരാണ് NV. എന്നിട്ട് NV എഴുതിയത് എങ്ങോ മർത്യനു ചെങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാ. വല്ലാത്തൊരു വാക്കല്ലേ? എങ്ങും മർത്യനു ചെങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്.
വല്ലാത്ത വരിയാണത്. അതായത് ഒരു മനുഷ്യനെ ചെങ്ങലക്കിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിനാണ് വേദനിക്കുന്നത്. അതൊരു കരുണയുള്ള ഹൃദയത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു കവിത വരുള്ളൂ. എങ്ങോ മർത്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തേടുകയാ. നിങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു. ആരാരെ പ്രഹരിക്കുന്നെങ്കിലും അവിടെ വേദനിക്കുന്നത്, ആ ഓരോ പ്രഹരവും വീഴുന്നത് എൻ്റെ പുറത്താണ്. 4 വരിയുള്ളൂ. പക്ഷെ ആ കവിതകൾ മനുഷ്യനെ എന്തുണ്ടാക്കിയെന്നറിയോ? കഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ നേർക്ക് ഒരു സ്നേഹവായ്പും സഹാനുഭൂതിയും ഉണ്ടാകാൻ കോടാനുകോടി മനുഷ്യരെ പ്രേരിപ്പിക്കാൻ ഈ കവിതക്ക് കഴിഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമല്ല. എല്ലാവരും കൂടി വയൽ പറഞ്ഞ് കേൾക്കല്ലോ. അഭിമാനസുഖം ആ വരിക, ആ 4 വരിക, ആ വരി പോലെ ഒരു സന്തോഷം ഉള്ള വരി ചെവി മുളച്ചൊരു മനുഷ്യൻ കേട്ടിട്ടുണ്ടാവില്ല. അഭിമാനസുഖം അല്ലേ? ഇതാണ് ആ കവിതയുടെ ഒരു ഭംഗി. طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي سلام عليكم يا حبيب سلام عليكم الله عليكم. ചില കവിതകൾ അങ്ങനെയാണ്. കവിതകൾക്ക് എപ്പോഴും നല്ല കവിതകൾക്ക് സമ്മാനം കൊടുക്കണം. ഒരു കുട്ടി നല്ലൊരു പാട്ട് പാടിയാൽ അതിന് സമ്മാനം കൊടുക്കണം. എന്തുകൊണ്ട്? അതൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വലുതായിരിക്കും. നമ്മൾ വിചാരിച്ചതിനപ്പുറത്തുണ്ടാവും. അതാണ് സത്യത്തിൽ സമൂഹത്തിൻ്റെ ജീവൻ. പ്രഭാഷണമൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ കവിതയുടെ ഒരു ഭംഗിയും കവിതയുടെ ഒരു ഊർജവും പലപ്പോഴും പ്രഭാഷണത്തിന് ഉണ്ടാവാറില്ല എന്നേ ഞാൻ പറഞ്ഞിടത്തുള്ളൂ. അല്ല, പ്രഭാഷണങ്ങൾ നിസ്സാരവൽക്കരിക്കുകയല്ല, ഒന്നും അങ്ങനെയല്ല. ചിന്തിക്കണം. ബ്രൂട്ടസിൻ്റെ പ്രസംഗമാണ് റോമുകാർ ബ്രൂട്ടസിൻ്റെ പ്രസംഗം കേട്ടപ്പോഴാണ് ജൂലിയസ് സീസറെ കൊല്ലണമെന്ന് തോന്നിയത്. അങ്ങനെ വേദിയിൽ ജൂലിയസ് സീസർ കൊല ചെയ്യപ്പെട്ടു. ആ വേദിയിലേക്ക് പിന്നെ മാർക്കാൻഡിയൻ വന്നപ്പോൾ മാർക്കാൻഡിയൻ പ്രസംഗിച്ചു. മാർക്കാൻഡിയൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴാണ് സീസർ പ്രാധാന്യം ജനം മനസ്സിലാക്കുന്നത്. അപ്പോൾ ജനം ഓടിക്കൂടി ബ്രൂട്ടസിനെ കൊന്നു. ഇത് രണ്ടിനും പ്രഭാഷണത്തിന് കഴിഞ്ഞു. 2 പ്രഭാഷണം. മനസ്സിലായില്ല. സീസറോട് അന്ന് ഭാര്യ പറഞ്ഞതാണ്, ഞാൻ ദുസ്വപ്നം കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും ഇന്ന് സെനറ്റിലേക്ക് പോകരുത്. അതൊക്കെ എൻ്റെ മനസ്സിൻ്റെ ചാബല്യമായിരിക്കുമെന്ന് പറഞ്ഞ് സീസർ നേരെ റോമിൻ്റെ സെനറ്റിലേക്ക് കയറി വന്നു. റോമക്കാരുടെ ചരിത്രത്തിൽ അത്ഭുതകരമായ ചക്രവർത്തിമാർ 2ആണ്. ഒന്ന് BC അലക്സാണ്ടർ, ഒന്ന് AD സീസർ. സീസറിനെ പിരിച്ച് പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ വന്ന വില്യം ഷേക്സ്പിയർ നോവൽ എഴുതി ജൂലിയസ് സീസറെ കുറിച്ച്. നാടകം, ലോകപ്രശസ്തമായ നാടകം പിന്നെ വന്നു സീസറുടെ പേരിൽ. ഷേക്സ്പിയർ എഴുതിയത്. ചരിത്രത്തിൽ വന്ന വ്യത്യാസങ്ങൾ സീസറിൻ്റെ തുടക്കം സീസർ ACയുടെയും ADയുടെയും BCയുടെയും ഇടയിലുള്ള ആളാണ് സീസർ. ഏതായാലും സീസർ കൊല ചെയ്യപ്പെട്ടു. എന്താ കാരണം? ബ്രൂട്ടസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ജനങ്ങൾ ഇളകി വശായി. അത്രയും മോശപ്പെട്ടവനാണ് സീസർ എന്ന് ജനം മനസ്സിലാക്കി. അപ്പോൾ ജനം കുത്തിക്കൊന്നത് ബ്രൂട്ടസ് തന്നെയാണ്. ബ്രൂട്ടസ് കുത്തിക്കൊന്ന് അതിന് ജനങ്ങൾ കൈയടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മാർക്ക് ആൻ്റണി വന്നു. മാർക്ക് ആൻ്റണി പ്രസംഗിച്ചപ്പോൾ സീസറെ മഹത്വ പറഞ്ഞത്. അപ്പോൾ ജനങ്ങൾ ഇളകി വശായി. ആരെ കൊല്ലാൻ? ബ്രൂട്ടസിനെ കൊല്ലാൻ. 2 ഒരു വേദിയിൽ നടക്കുക. എന്താ കാരണം? പ്രഭാഷണം. ഇന്ന ഫിൽ ബയാനി ലസിഹ്റൻ എന്ന പുണ്യം റസൂൽ മുസ്തഫ. എപ്പോഴും പ്രഭാഷണങ്ങളിൽ വിവരണങ്ങളിലും സെഹറുണ്ടായിരിക്കുമെന്നാണ് ഹബീബ നബി പറഞ്ഞത്. പലപ്പോഴും ഉണ്ടായിരിക്കും. നന്മയിലേക്കും തിന്മയിലേക്കും തിരിക്കാൻ കഴിയും. കവിതകളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു അടി മുന്നോട്ട് വരും, മുന്നോട്ട് നിൽക്കും. എന്ത്? കവിതകൾ. കവിത 4 വരി ഉണ്ടാവുകയുള്ളൂ, പക്ഷേ ലോകം മുഴുവൻ ഉള്ളിലുണ്ടാവും. ഞങ്ങളോട് പറഞ്ഞു 2018 ഞാൻ ഉപ്പ മരിച്ച ആ ഒരു സമയം, വല്ലാത്തൊരു ശ്രമമുള്ള സമയമാണല്ലോ. അപ്പോൾ ഒരാൾ എനിക്കൊരു കവിത അയച്ചു തന്നു. ആ കവിത എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അത് അള്ളാഹിൻ്റെ സനാ ആണ് ആ കവിത. അതെന്നെ വല്ലാതെ സ്വാധീനിച്ചു. അപ്പോഴാണ് അള്ളാഹുവിനെ പറ്റി ഒരു പ്രസംഗം നടത്തണമെന്നും അത് ബാപ്പാക്ക് സമർപ്പിക്കണമെന്നും അത് ബാപ്പാൻ്റെ പരലോക ഗുണത്തിന് വേണ്ടി ഹദിയാക്കണമെന്നും തീരുമാനിച്ച് അങ്ങനെ തുടങ്ങിയതാണ് അള്ളാഹ് പ്രഭാഷണം.
2019, പിന്നെ അത് ഒരുങ്ങി വന്നപ്പോഴത്തേന് അല്പം വൈകിയേ ഉള്ളൂ. 2019 മാർച്ച് 29 ആദ്യത്തെ പ്രഭാഷണം. അപ്പം നോക്കണേ എന്താ കാരണം? അള്ളാഹിൻ്റെ ഒരു കവിത, ആ കവിത കണ്ടപ്പോൾ ഇതിനെ വല്ലാതെ എന്നെ സ്വാധീനിച്ചു. പിന്നെ എന്തിനാ നാവ്? അള്ളാഹിൻ്റെ മഹത്വങ്ങൾ പറയാനില്ലെങ്കിൽ എന്തിനാണ് ഈ നാവ് എന്ന് ഓർത്തു. അതിപ്പോൾ 306 പ്രസംഗങ്ങൾ കഴിഞ്ഞു അള്ളാഹിനെ പറ്റി. അപ്പോൾ ഇതിനൊക്കെ അതിൻ്റെ സ്വാധീനമുണ്ട്. ഒരു ജനതയിൽ കച്ചവടം, തൊഴിലും കൃഷിയും നടന്നുകൊണ്ട് മാത്രം കാര്യമില്ല. ആ കലയും സാഹിത്യവും നടക്കണം. അതാണ് സത്യത്തിൽ ഒരു സൊസൈറ്റിയുടെ ഗ്രോത്ത്. ഒരു സൊസൈറ്റി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ജായിസത്ത് എന്ന് പറഞ്ഞത്. കവികൾക്ക് സ്വാഭാവികമായും സമ്മാനം കൊടുക്കും. എന്താ പറഞ്ഞത്? ഫി ജായിസത്തിൽ ഗൈരി മലിയ മർഗബു. ഫി ജായിസത്തിൽ ഗൈരി, മറ്റുള്ളവരുടെ സമ്മാനങ്ങളിൽ മലി, എനിക്കില്ല, മർഗബുൻ, ഒരാഗ്രഹവും. ഇനി ഇവിടെ രണ്ടാമത്തെ അർത്ഥം വെക്കാം. ഇതിന് രണ്ടാമത്തെ അർത്ഥം ഫി ജായിസത്തിൽ ഗൈരി, ഫി ജായിസത്തിൽ ഗൈരി മലിയ മർഗബു. ജായിസത്ത് എന്ന് പറഞ്ഞാൽ മാസിവല്ലാ, അള്ളാഹു അല്ലാത്തൊക്കെ ജായിസാത്താണ്. വാജിബ് ആര് മാത്രമാണ്? അപ്പോൾ ഇവിടെ ഇങ്ങനെ അർത്ഥം വെക്കാം, ഫി ജായിസാത്തിൽ ഗൈരി, അള്ളാഹു അല്ലാത്ത ജായിസാത്ത് ഉണ്ടല്ലോ. അള്ളാഹു അടിസ്ഥാന ബിദാത്തിഹി വാജിബാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഗൈരിഹി ലിഗൈരിഹി വാജിബാണ്, ബിഗൈരിഹി വാജിബാണ്. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടാകണമെങ്കിൽ ആരുണ്ടാകണം? പുണ്യ റസൂൽ ഉണ്ടാകണം. അപ്പോൾ പുണ്യ റസൂലും വാജിബാണ്, ബാക്കിയൊക്കെ ജായിസാണ്. അപ്പോൾ ഇവിടെ ബിദാത്തിഹി ഒരു വാജിബുണ്ട്, ബിദാത്തി അല്ലാത്തൊരു വാജിബുണ്ട്, ബാക്കിയൊക്കെ ജായിസാണ്. അള്ളാഹും അള്ളാഹ് റസൂൽ അല്ലാത്തൊക്കെ ജായിസാണ്. അപ്പം ഞാനും നിങ്ങളൊക്കെ ജായിസാണ്. ഒരു ഗൈറിനെ ഉണ്ടാക്കണമെങ്കിൽ വാജിബാണ് മുഹമ്മദ് മുസ്തഫ. ആര് വാജിബാക്കി? അള്ളാഹു വാജിബാക്കി. സ്വയം വാജിബാണോ? അല്ല, അള്ളാഹു വാജിബാക്കിയതാണ്. ആ റഹ്മത്തിൽ നിന്നാണ് എല്ലാത്തിനെയും അള്ളാഹ് പഠിച്ചത്. ആ റഹ്മത്തിന്റെ എസെൻസ് ആണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വാജിബുൽ വുജൂദ് രണ്ടുണ്ടോ? ഇല്ല. ബിദാത്തിഹി വാജിബുൽ വുജൂബ് ഒന്നേ ഉള്ളൂ. അതേ സമയത്ത് ബിഗൈരിഹി ഒരു വാജിബും കൂടി, അത് മുഹമ്മദാണ്. വമിൻ നൂരിഹി ഖുലിഖ, ആ നൂറിൽ നിന്നാണ് ഖുലിഖൽ ഗൈറു കുല്ലുഹു, എല്ലാ ഗൈറിനെയും സൃഷ്ടിക്കപ്പെട്ടത് മിൻ നൂരിൽ മുസ്തഫ. അപ്പൊ ആ ഗൈറിന് വേണ്ടി വാജിബാണ് മുഹമ്മദ് മുസ്തഫ. ആരാണത് വാജിബാക്കിയത്? അല്ലാഹു ജല്ല ജലാലായ സുബ്ഹാന തന്നെ. രണ്ട് വാജിബുൽ വുജൂദ് ഉണ്ട് എന്ന് ഖാസിമി പറഞ്ഞു എന്ന് പറയരുത്. വാജിബുൽ വുജൂദ് ഒന്നേ ഉള്ളൂ, പക്ഷെ ബിഗൈരിഹി വാജിബുണ്ട് ഒന്ന്, അത് മുഹമ്മദ് മുസ്തഫയാണ്. എന്തുകൊണ്ട്? എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാജിബിൽ നിന്നാണ് പഠിച്ചത്. ഈ മുഹമ്മദ് തന്നെ നൂറിൽ നിന്നാണ് പഠിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അത് വാജിബായത്. ഹത്താ അൽ മലായിക വബിൻ നൂരിഹി ഖുലിഖത്തിൽ മലായിക. അവിടെ ഗൈറുണ്ടാകലിന് ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ രീതി അനുസരിച്ച് വാജിബ് പോലെയാണല്ലോ മലായിക്കത്ത്. ആ മലായിക്കത്ത് ഉണ്ടാകണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ ഉണ്ടാവണം. മലായിക്കത്തിന്റെ അസ്ലി മുഹമ്മദ് മുസ്തഫയാണ്. അതുകൊണ്ടാണ് വഹും യുസല്ലൂന അലാ അസ്ലിഹിം വഹുവ നബിയുൽ മുസ്തഫ. ഇന്നല്ലാഹ വമലായികതു യുസല്ലൂന ലിമാദാ അല്ലാഹു യുസല്ലി അലൈഹി ഖൽഖിഹി. അല്ലാഹു സല്ലല്ലാ അലാ അലൈഹി ഖൽഖിഹി വലിമാദാ അൽ മലായികതു തുസല്ലൂൻ. എന്തിനാ മലക്കുകൾ സ്വലാത്ത് പറഞ്ഞത്? മലക്കുകൾ സ്വലാത്ത് പറഞ്ഞത് എന്തിനാണ് മലക്കുകൾ സ്വലാത്ത് പറയുന്നത്? ലിഅന്നഹു അസ്ലുഹും ലിഅന്നഹു അസാസുഹും വമിൻ നൂരിഹി ഖുലിഖത്തിൽ മലായിക. ആ ഹബീബായ നബിയുടെ പ്രകാശത്തിൽ നിന്നാണ് മലക്കുകൾ പടക്കപ്പെട്ടത്. അപ്പോൾ മലക്കുകൾക്ക് അനിവാര്യമായ ഒരാൾ മുമ്പുണ്ടായിട്ടുണ്ട്, അത് മുഹമ്മദ് മുസ്തഫയാണ്. കഴിഞ്ഞൊരു വരിയിൽ നമ്മൾ പറഞ്ഞല്ലോ എന്ത്? കഴിഞ്ഞൊരു വരി പറഞ്ഞിട്ടുണ്ട്, ഫഇന്നക ഫൗഖൽ കാഇനാതി സമാഉ വഖദ് ഖാലഅൽ അർശുൽ മജീദു ലിവതാതിൻ ഫഇന്നക ഫൗഖൽ കാഇനാതി സമാഉ വഖദ് ഖാലഅൽ അർശു. അർശ് താഴ്മ ചെയ്ത് തന്നില്ലേ? അൽ മജീദു, മജീദായ അർശ് താഴ്മ ചെയ്ത് തന്നില്ലേ? ലിവതാതിൻ, അങ്ങ് ചവിട്ടാൻ വേണ്ടി. ഫഇന്നക, എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഫൗഖൽ കാഇനാതി, എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും മീതെയുള്ള സമാഉൻ, ആകാശമാണ്. അർശിനും ഒരു ആകാശമുണ്ട്, അത് മുഹമ്മദാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലൻ നബി സല്ലല്ലാഹു
അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. ഇസ്തിവാ കൊണ്ട് അള്ളാഹു ഫഖ്ർ പറയുന്നതാണല്ലോ അർശ്. അർശിനും ഒരു സമാനുണ്ട്, അത് മുഹമ്മദാണ്. വഖദ് ഖാല അൽ അർശുൽ മജീദുഹു ലിവത്അത്തിൻ. അങ്ങ് ചവിട്ടാൻ വേണ്ടി അർശ് പോലും താഴ്മ ചെയ്തു തന്നു. എന്തുകൊണ്ട്? ഫഇന്നക ഫൗഖൽ കായിനാതി സമാഉ. എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും മീതെയുള്ള ആകാശമാണ്. ഇനി അതുപോലത്തെ ഒരു വാക്കാണ് ഇത് പറയുന്നത്. എന്ത്? അതിൽ ഇല്ല, അതിൽ മാലി എനിക്കില്ല, മർഗബുൻ ഒരാവശ്യവും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുമല്ലാത്ത ഒന്നിലും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് ആരിലെ ആഗ്രഹമുള്ളൂ? അള്ളാഹുവിൻ്റെ റസൂലിലും അള്ളാഹുവിലും. അള്ളാഹു റസൂൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹുവിൽ ആഗ്രഹിക്കലാണ്. കാരണം അവർ റസൂലുള്ളയാണല്ലോ. അവർ സ്വയം ഒരാളല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അവർക്ക് എന്ത് പേര് പറഞ്ഞത്? റസൂലുള്ള. അള്ളാഹു റസൂലാണ്. പിന്നെ ഹുവൽ കുല്ലു മിൻഹുൽ കുല്ലു മത്നൻ വളാഹിറ ഫബഹറു സിവാഹു മാ ലനാ ഫീഹി മശ്റബു. വൽ കുല്ലു, ആ പുണ്യ റസൂലാണ് എല്ലാം. മിൻഹു, ആ പുണ്യ റസൂലിൽ നിന്നാണ് അൽ കുല്ലു എല്ലാം. ബത്നൻ ഉള്ളും, വളാഹിറൻ പുറവും. നബിയാണെല്ലാം, നബിയിൽ നിന്നാണെല്ലാം. എനിക്കെല്ലാം നബിയാണ്, നബിയിൽ നിന്നാണ് ഇതെല്ലാം. വൽ കുല്ലു, എനിക്കെല്ലാ കുല്ലും നബിയാണ്, എല്ലാം എനിക്ക് നബിയാണ്. മിൻഹുൽ കുല്ലു, ആ നബിയാണ്, നബിയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. ആകാശം ഉണ്ടായത് നബിയിൽ നിന്നാണ്, ഭൂമി ഉണ്ടായത് നബിയിൽ നിന്നാണ്, അർശുണ്ടായത് നബിയിൽ നിന്നാണ്. അതുകൊണ്ട് അർശിൻ്റെ മീതയാണ് പുണ്യ റസൂലിൻ്റെ രോമക്കുത്ത്. അത് വിചാരിച്ചില്ലെങ്കിൽ മനുഷ്യനിതാക്കിയില്ലെങ്കിൽ ഇത് സുന്നിയാവില്ല. എന്നാണ് സുന്നി എന്നറിയാം. അതാണ് സുന്നി. ഇതിനാണ് സുന്നി എന്ന് പറയാം. ഈ ലോകമൊക്കെ മുസ്തഫ നബിയോട് കടപ്പെട്ടവരാണ് എല്ലാം. ഹബീബിനോട് കടപ്പെടാത്ത ഒരു ഷെയ്ഖിന് ഈ ലോകത്തില്ല. ഇന്ന് ഈ സുബൈസ്കിച്ചിന് ആ സുബൈ അള്ളാഹുലേക്ക് മാ അൻസല റഹ്മാനു ഔ യുൻസിലു മിൻ നിഅമത്തിൻ തസ്അദു ഔ തൻസിലു ഇല്ലാ വതാഹൽ മുസ്തഫ ഇല്ലാ വതാഹൽ മുസ്തഫ അബ്ദുഹു വാസ്തത്തുൻ എന്ന ഒരു കവിതയാണ്. എന്താ ഞാൻ പണ്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ആ കവിത? സൂഫി കാക്കളുടെ കവിതയാണ്. എന്താ പറഞ്ഞത്? ഈ ലോകത്തേക്ക് ഇറങ്ങിയ ഞാമത്തും ഈ ലോകത്ത് നിന്ന് കയറുന്ന ഞാമത്ത്. അപ്പൊ കയറുന്ന ഞാമത്ത് നിന്റെ അമലുകൾ. ഇല്ലാ വതാഹൽ മുസ്തഫ വാസിത്ത, അതിന്റെ മധ്യവർത്തി ഹബീബ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാമത്ത് ഇറക്കി കിട്ടിയെങ്കിൽ മധ്യവർത്തി നബിയാണ്. ഞാമത്ത് എന്താ ഞാമത്ത്? എന്താ ഞാമത്ത്? നിന്നിൽ നിന്ന് കയറുന്ന അമലുകൾ. നിസ്കാരം അഫ്ളൽ അഅമാൽ ബദനിയത്തി കുല്ലിഹ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമൽ എന്താണല്ലോ നിസ്കാരം. നിസ്കാരം അവസാനിക്കുമ്പോൾ നീ എന്ത് ചെയ്യുന്നുണ്ട്? റസൂലുള്ളാഹിനെ നേരിട്ട് പറയാ, നബി ഇവിടെ ഉണ്ടാകണം. നീ നബിയുടെ കൊണ്ടാണ് ഞാൻ ഇത് ഉയർത്തുന്നത്. സ്വല്ലല്ലാഹു അലൈഹി അല്ല, അസ്സലാമു അലൈക അയ്യുഹൻ നബി. നബി ഇവിടെ ഉണ്ടാകണം. നീ നബിയെ കൊണ്ടാണ് ഇത് ഉയർത്തുന്നത്. 2 റക്അത്ത് 4 റക്അത്ത് നിസ്കാരം 3 റക്അത്ത് നിസ്കാരം പൗതിയാവുമ്പോഴത്തിന് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി, അസ്സലാമു അലൈക അയ്യുഹൻ നബി. മനസ്സിലായില്ലേ? ചിന്തി ഹബീബ നബി ആലൊന്നും അതിലില്ല, അതിലൊക്കെ പിന്നെ മതി. റസൂൽ ഉണ്ടാകണം. അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളോട് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, എല്ലാ രാവിലെയും ഹബീബ റസൂലുള്ളാഹിക്ക് സലാം പറയണം. സലാം പറയുന്നവർക്ക് 100 വട്ടം സലാം പറയുന്നവർക്ക് കൈപ്പൊക്കാം. 1 2 3. ഞാൻ പറഞ്ഞിട്ടില്ലേ? നേരെ പോലത്തെ റസൂലുള്ളാഹിക്ക് 100 സലാം പറയണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നേരത്തെ റസൂലുള്ളാഹിക്ക് 100 വട്ടം സലാം പറയണം. എങ്ങനെ സലാം പറയേണ്ടത്? ആ ലഫ്ള് തന്നെ, അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ തന്നെ. ഇത് 100 വട്ടടിയല്ലാണ്. വൈകുന്നേരം അങ്ങനെ തന്നെയാണ്. രാവിലെ 100, വൈകുന്നേരം 100 സലാം പറയണം. മിൻ ഷൈഇൻ തിജാനിയീൻ, തിജാനികളുടെ ഷൈനാണത്. തിജാനികൾ അങ്ങനെ ചെയ്യും. ആർക്കെങ്കിലും സീഗ അറിയില്ലെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ തരാം, സമ്മതവും തരാം. തിജാനികൾക്ക് ഖാസത്തൻ അമൽ ചെയ്യാനുള്ള ആ അമലിൽ ഒരു ഇജാസ ഉണ്ട്, അത് ഞാൻ തരാം. ആ അമലിൻ്റെ രീതിയും തരാം, അതിൻ്റെ ഇജാസയും തരാം. ആവശ്യക്കാർ തിജാനികൾ ത്വരീഖത്തിൽ
ബൈഅത്ത് ചെയ്ത ആളുകൾക്ക് എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ ഹബീബായ റസൂലുള്ളാഹിക്ക് രാവിലെയും വൈകുന്നേരവും സലാം പറയുന്ന സിദ്ദീഖുൽ അക്ബറിനും ഉമർ ബിൻ ഖത്താബിനും ഉസ്മാൻ ബിൻ അഫ്ഫാനും അലിയുൽ മുർത്തദ റളിയല്ലാഹു അൻഹും അവർക്കൊക്കെ സലാം പറയുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്ക് ഞാൻ ഇജാസ തരാം, അതിൻ്റെ റെക്കോർഡും തരാം. തിജാനികൾക്ക് ഹസത്തൻ, മറ്റുള്ളവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലഫ്ദിൽ സമ്മതം തരാം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു റഹ്മത്തുള്ളാഹി വബറകാതുഹു. ദായിമായി കളി തിജാനി അല്ലെങ്കിൽ ദായിമാക്ക ഈ ലഫ്ദ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു റഹ്മത്തുള്ളാഹി വബറകാതുഹു. ദിവസം രാവിലെ 100 വട്ടം, വൈകുന്നേരം 100 വട്ടം. എന്തുകൊണ്ട്? റസൂലല്ലെങ്കിൽ ഇല്ല, റസൂലല്ലെങ്കിൽ ഒന്നുമില്ല. നിന്റെ അമൽ സംസ്കരിച്ചപ്പോൾ ആ സുബഹയിലെ ആ സുബഹ എന്ന ആ പരിശുദ്ധമായ സ്വലാ നിസ്കാരത്തിന് ഉയർത്തപ്പെടുന്നത് ഹബീബ നബിയെ കൊണ്ടാണ്. മിൻ നിഅമത്തിൻ തസ്അദു ഔ തൻസിലു, ഇറങ്ങുന്നതോ കയറുന്നതായ ഒരു ഞാമത്തും. ഇപ്പൊ കയറുന്ന ഞാമത്താണ് അള്ളാഹിന്റെ ഞാമത്തോണ്ട് ഒരു അമൽ കയറാണ്ട്. ഏതാണ്? നമസ്കാരം, നമ്മൾ നോമ്പ്, നമ്മുടെ സ്വതക്ക. ഇത് കയറുന്നത് ആരെ കൊണ്ടാണ്? ഹബീബ നബിയെ കൊണ്ടാണ്. ഇറങ്ങുന്നത് ഹബീബ നബിയെ കൊണ്ടാണ്.